നിങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു സിനിമ നമ്മളെല്ലാവരും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് ഏതാണ് ദിലീപേട്ട? പ്രൊഡ്യൂസ് ചെയ്യുന്നത് നീ. അപ്പോ ഇതൊക്കെ ഇട്ടിട്ട് ഈ ഡേറ്റ് ഉറപ്പാണോ? ഞാൻ മറിച്ച് വിറ്റോ? അങ്ങനെയാണെ ഞാനും ഉണ്ട്. അതാ ഞാനും പറഞ്ഞത്. ഇതൊരു ഡ്രീം ഡേറ്റ് ആണ്. നിങ്ങൾ നാലുപേരും വേണമെന്നുണ്ടെങ്കില് ഡേറ്റ് ബബ്ബ ബബ്ബ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിച്ചോ. അതെ, അത് സൂപ്പർ ഹിറ്റ് ആവും. അതാവുമ്പോ റേറ്റ് കുറച്ച് കുറയ്ക്കാൻ ദിലീപേട്ടൻ മൗനം സമ്മതം എന്നാണെന്ന് തോന്നുന്നു. ഇല്ല, അത് ഉറപ്പിച്ചു. ഇനി മാറ്റമില്ല, അത് മാറ്റമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ സലീമിനും അശ്വൻ ചേട്ടനൊക്കെ അഡ്വാൻസ് കൊടുക്ക്, ജോണിക്കും ഒക്കെ കൊടുത്തേക്കാം. ഇന്ന് തന്നെ ഓരോ രൂപ ഞാൻ പറഞ്ഞോട്ടെ, എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കോമ്പിനേഷനിൽ ഒരു പടം എന്നറിയാം, അതൊരു കൊതിയാണ്. അയ്യോ സത്യം. ഞാനൊക്കെ ഇന്നലെ നടനായ ഒരുമിച്ച് അവരെ മൂന്നുപേരെ കൂടി ഒന്ന് വീണ്ടും സ്ക്രീനില് അവരുടെ ആ കെമിസ്ട്രി കാണാനായിട്ടല്ലേ. ഇന്ന് അശോകനോട് പറഞ്ഞു, എടാ അവനുമായിട്ടൊരു പടം ചെയ്യണം എനിക്ക്. അപ്പൊ ഞാൻ അശോകേട്ടാ, ഇപ്പോഴത്തെ രീതിയിലുള്ള പടമല്ല, നിങ്ങൾ പണ്ട് പച്ചലയും കത്തിരിക്കാൻ പോലെ അടിച്ചു നിന്ന് അതുപോലത്തെ പടം ചെയ്യണം. അങ്ങനെ നിൽക്കണം, അല്ലാതെ അങ്ങനെ നിൽക്കണം. അല്ല ജനം ആഗ്രഹിക്കുന്നതും അതാണ്. സത്യം. സലീം നമ്മുടെ കൂടെ ഇപ്പൊ അഭിനയിച്ചു. ബബ്ബയില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സലീം ഭയങ്കര അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ട്, സലീമിനെ എന്താ പറയണത്, ഓടിച്ചിട്ടൊക്കെ പിടിച്ചാണ് നമ്മള് അഭിനയിപ്പിക്കുന്നത്. നല്ല വേഷമാണത് ബബ്ബയില്. അപ്പൊ വീണ്ടും കുറച്ചുള്ളൂ, നല്ല വേഷമാണത്. ആ ഒരു കെമിസ്ട്രി അശ്വൻ ചേട്ടനെ നമുക്ക് കിട്ടാത്ത. അശ്വൻ ചേട്ടനെ ഒന്ന് രണ്ട് സീനിലല്ല, ഞങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം ത്രൂ ഔട്ട് വേഷങ്ങളാണ്. നേരത്തെ പറഞ്ഞ ലൈൻ കറക്റ്റാ. പച്ചിലയും അങ്ങനെ ഒരു വേഷമാണ് പലരും ആഗ്രഹിക്കുന്നത്. കാരണം എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, ദിലീപ് അശ്വനുള്ള ഒരു സിനിമ ഇനി എപ്പോഴാ വരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഏതായാലും അത് നമ്മൾ മലയാളികൾ എല്ലാവരും സ്വപ്നം കാണുന്നതാണ്. ജോൺ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അത് നടക്കട്ടെ. അത് നടപ്പിലാക്കാൻ പറ്റുമോ? നമ്മൾ നടപ്പിലാക്കിയിരിക്കും. ചേട്ടാ, ഓക്കെ.